നമ്മുടെ നാട്ടിൽ അനധികൃതമായി താമസിച്ചിരുന്ന 27 ബംഗ്ലാദേശികൾ കഴിഞ്ഞ ദിവസം മുനമ്പത്ത് നിന്നും പിടിയിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇവിടെ താമസിച്ച് ജോലി ചെയ്തിരുന്ന ആളുകൾ ഉൾപ്പെടെയാണ് പിടിയിലായത്. ക്ലീൻ റൂറൽ എന്ന പേരിട്ട് കൊച്ചിയിൽ നടന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലാവുന്നത്. ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശികൾ കുടുങ്ങിയത്. സ്ത്രീകൾ ഉൾപ്പെടെ ഇവരുടെ സംഘത്തിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്തതിൽ 23 പേരെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വിട്ടയക്കുകയായിരുന്നു. ബാക്കിയുള്ളവർ ഒരു വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നുണ്ട്. കൂലിപ്പണി ചെയ്താണ് ഇവർ പണം കണ്ടെത്തുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മൾ ജോലി നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവർ ഇന്ത്യക്കാർ തന്നെയാണ്. എന്നാൽ വ്യാജ രേഖകളുമായി എത്തുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ നാട് കടത്തുക തന്നെ ചെയ്യണം. അത് അവരുടെ ജാതിയോ മതമോ നോക്കിയിട്ടാവരുത്. അന്യരാജ്യത്ത് നിന്നും രേഖകളില്ലാതെ നുഴഞ്ഞു കയറിയവർ കുറ്റവാളികൾ തന്നെയാണ്. കേരളത്തിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ വിശദമായ പരിശോധന നടത്തിയാൽ അതിൽ പലരും ബംഗ്ലാദേശുകാർ ആയിരിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റുകൾ സജീവമാകുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലൈംഗിക തൊഴിലാളികൾ സജീവമാകുന്നത്. അവധി ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ നിന്ന് പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടങ്ങളിലേക്ക് എത്തുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി. അവധി ദിവസങ്ങളിൽ എറണാകുളത്തെ ചില പ്രദേശങ്ങളിൽ മലയാളികൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഉൾപ്പെടെ യുവതികളെ ഇവിടങ്ങളിലേക്ക് മാംസ വ്യാപാരത്തിനായി എത്തിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. പരസ്യമായി തെരുവുകളിൽ പാൻ മസാലയും മറ്റ് പുകയില കച്ചവടവും തകൃതിയായി നടക്കുന്നുമുണ്ട്. ഈ തൊഴിലാളികൾ പലരും ലഹരി ഉപയോഗിച്ചാണ് പൊതുസ്ഥലങ്ങളിൽ എത്തുന്നതും ജോലിയെടുക്കുന്നതും. കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. കൊലക്കുറ്റത്തിലും ബലാത്സംഗത്തിലും ഉൾപ്പെടെ പ്രതികളായ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ തങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വ്യാജരേഖകളുമായി കേരളത്തിലേക്ക് എത്തുന്ന ബംഗ്ലാദേശികളിലും കൊടും ക്രിമിനലുകൾ തന്നെയാണുള്ളത്. ഇവരുടെ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ കേരള പോലീസിന് ലഭ്യമല്ല. ഈ മാസം മാത്രം 7 ബംഗ്ലാദേശികളാണ് എറണാകുളത്ത് പിടിയിലായത്. കഴിഞ്ഞ ദിവസം 2 ബംഗ്ലാദേശി യുവതികളും പിടിയിലായിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. സെക്സ് റാക്കറ്റ് ബംഗ്ലാദേശിൽ നിന്നും ഇവിടേക്ക് യുവതികളെ എത്തിക്കുന്നുണ്ട് എന്ന ആരോപണം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ.